Kerala and Karnataka, the glow of purity. പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സഹോദര സംഘടനകളും നമ്മളൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത KPOA, KPA സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന KPOയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ EP മഹേഷ്, അതുപോലെ തന്നെ KPAയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ്, ശ്രീ സതീശൻ PV, KPPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകുമാർ സാർ, അതുപോലെ തന്നെ KPPയുടെ കാസർഗോഡ് ജില്ലാ ട്രഷറർ ശ്രീ സഹദേവൻ സാർ, നമ്മുടെ മേഖലാ പ്രസിഡന്റ്, ട്രഷറർ, വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, ബഹുമാന്യരായ മേഖലാ കമ്മിറ്റി മെമ്പർമാരെ, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷനുകൾ അതിൽ ആദ്യകാലം തൊട്ട് തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘടകമാണ് നമ്മുടെ കാസർഗോഡ് മേഖല. മറ്റൊന്ന് നമ്മുടെ നീലേശ്വര മേഖല, അതുപോലെ തന്നെ ചെറുവത്തൂർ മേഖല. ഇങ്ങനെ 3 മേഖലകളാണ് ഇന്ന് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ KPPയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ സംഘടനയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആവിർഭാവത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ സംഘടന റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർഡ് ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷനുകൾ അതിൽ ആദ്യകാലം തൊട്ട് തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘടകമാണ് നമ്മുടെ കാസർഗോഡ് മേഖല. മറ്റൊന്ന് നമ്മുടെ നീലേശ്വര മേഖല, അതുപോലെ തന്നെ ചെറുവത്തൂർ മേഖല. ഇങ്ങനെ 3 മേഖലകളാണ് ഇന്ന് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ KPPയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പരിമിതികളുണ്ട്. ഈ സംഘടനയെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ചും ആവിർഭാവത്തെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, സംഘടനയെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഈ സംഘടന റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം റിട്ടയർഡ് ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം സമ്മേളനം തൃശ്ശൂർ വെച്ച് നടന്നു. സാംസ്കാരിക ഹൃദയഭാഗം കേരളത്തിൻ്റെ ഏറ്റവും സാംസ്കാരിക സമ്പൂർണ്ണമായ പ്രദേശം എന്നതിലും ഏറ്റവും നമ്മുടെ കേരളത്തിൻ്റെ സെൻട്രലൈസ് നിൽക്കുന്ന ഒരു പ്രദേശം എന്നതിലാണ് നമ്മുടെ സമ്മേളനം മാത്രമായിട്ട് തൃശ്ശൂരിൽ വെച്ച് ചേർന്നത്. ഇന്ന് ഈ സംഘടനയ്ക്ക് ഇത്ര ഊർജ്ജസ്വതയോ അല്ലെങ്കിൽ കാര്യക്ഷമതയോ ഉണ്ടായിട്ടില്ല.
ഒരു സംഘടന ഇതിനുമുമ്പേ കേരളത്തിലെ വെൽഫെയർ പോലീസ് അസോസിയേഷൻ രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ആ സംഘടനയിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് DPP എന്നൊരു സംഘടന രൂപീകരിച്ചത്. സംസ്ഥാന തലത്തിൽ സംഘടന രൂപീകരിക്കാൻ കഴിയുകയാണ്. അത് നമ്മൾ 2015 നമ്മൾ അനുഭവിച്ചത്. ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ജീവനാഥ മെമ്പർഷിപ്പ് കൊണ്ട് പ്രവർത്തിച്ച ഒരംഗത്തെ മാറ്റിയെടുത്ത് മറ്റൊരു സംഘടനയിലേക്ക് വരുത്താൻ ഏറ്റവും പ്രയാസകരമായ ജോലി ഉണ്ടായിട്ടിരിക്കുന്നത്. ആ തരത്തിലേക്കാണ് നമ്മുടെ പോലീസുമായി ഗവൺമെന്റും സർക്കാരും നീതി പുലർത്തണമെങ്കിൽ നിങ്ങളുടെ ഏകീകരണ സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം മാറണം, നിങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കണം. ആ തരത്തിലേക്കുള്ള നിങ്ങളുടെ പ്രവർത്തനം വരും നാളുകൾ ഉണ്ടാവുമെന്നുള്ള നിർദ്ദേശം ചർച്ച. അത് വലിയൊരു ചർച്ച. ഈ കാലത്തിനകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലതയെ കൈവരിക്കാൻ പറ്റുന്ന നേതൃത്വപാഠം നമ്മൾ പഠിച്ച ഉദ്യോഗ സംഘടനയുടെ ബംഗാൾ നേതാക്കന്മാർ ഈ സംഘടനാ രംഗത്തേക്ക് വന്നതോടുകൂടി ഇത് സജീവമായി രംഗത്തേക്ക് വരാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് സർക്കാർ എത്താൻ ആ കാലഘട്ടത്തിലാണ് നമ്മൾ തിരുവനന്തപുരത്ത് മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു സംഘടന തിരുവനന്തപുരം വെൽഫെയർ അസോസിയേഷൻ സർവീസിന് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അതിനുശേഷം വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം. പക്ഷേ കുറച്ച് വിരലെണ്ണാണ് കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഭാഗമായി. പക്ഷെ കുറേ കാലം നമ്മളെ വിട്ടുവരും. അതിൻ്റെ 2019 മുതൽ 2022 കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് നടുക്കൊരു കാലഘട്ടം. ആ നാടിനെ നടുക്കിക്കാലത്തെ പിന്നെ പ്രശ്നങ്ങൾ വന്നു. ഇത്ര ആൾ നമ്മളെ കെട്ടിപ്പോയി. 1000 ഒന്നോ രണ്ടോ പേരെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തിരുവനന്തപുരം എണ്ണിക്കഴിഞ്ഞാൽ നമുക്ക് 1000കണക്കിന് ആൾക്കാർ സംഘടനയിൽ നിന്നും അതുപോലെ നമ്മുടെ ഈ പെൻഷൻ പറ്റിയ വിവാദത്തിൽ വേടകംപിഎസിലെ ശ്രീ വിജയ, അസിസ്റ്റന്റ് MDO ആയിരുന്ന സെജി മാത്യു, CPMമാരായ മധു, സുദീപ്, കൂടാതെ ജോലിക്കിടയിൽ അല്ലാതെയും നമ്മെ വിട്ടുപിരിഞ്ഞ കേരള പോലീസ് സേനാ അംഗങ്ങൾ, സേവനകാലത്തിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സഹപ്രവർത്തകർ, രാജ്യസേവനത്തിനിടയിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ വോട്ട് ബ്യൂറോ മെമ്പറും നമ്മുടെ കേരള പോലീസിന്റെ തന്നെ കേരള ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി, പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ ശ്രീ ആനന്ദൻ, ശ്രീ കാനം രാജേന്ദ്രൻ, ബംഗാൾ CPM നേതാവ് വാസുദേവ് ആചാര്യ, CPM നേതാവ് M ചന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി ഗദ്ദ എന്നറിയപ്പെടുന്ന ഉമ്മാടി ഉത്തരറാവു, എല്ലാവരെയും തിരിപ്പിച്ചിരിക്കുന്ന ശ്രീ മാമുക്കോയ, അച്ചാണി രവി, കൊല്ലം സുധി, പൂരപ്പര രവി, കലാഭവൻ അനീഫ്, വില്ലൻ കഥാപാത്രമായ കുണ്ടറ ജോണി, കലാഭവൻ അനീഫ്, മലയാളികളുടെ സിനിമയിലെ മുത്തശ്ശിയായ ശ്രീ സുബ്ബലക്ഷ്മി, തമിഴ് സിനിമാ നടൻ വിജയകാന്ത്, മലയാളിയുടെ സ്വന്തം ഗായിക വാണി ജയറാം തുടങ്ങിയവർക്കും സാഹിത്യരംഗത്തെ പ്രമുഖനും അധ്യാപകരും നമ്മുടെ ജില്ലക്കാരനുമായ ഇബ്രാഹിം ബേബുജ, OS ത്യാഗരാജൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ചെക്കോസ്ലോവാക്യൻ സാഹിത്യകാരൻ മിലാൻ കുഞ്ചന, എഴുത്തുകാരി സാറാബു കടന്നവർക്കും കാർഷിക മേഖലയിലെ വിപ്ലവ സൃഷ്ടിച്ച ഡോക്ടർ രമണ സ്വാമിനാഥൻ, ആതുര സേവന രംഗത്തെ പ്രമുഖനായ SS ബദ്രിനാഥ്, ഇന്ത്യൻ ക്രിക്കറ്റർ ബിഷൻ സിംഗ് ബേരി തുടങ്ങിയവർ ദേശീയ ദുരന്തങ്ങളിലും അപകടങ്ങളിലും കാലവർഷക്കെടുതലും അറിയപ്പെടാത്തവരുമായ നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും ഈ സമ്മേളനം അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. റിസർവ് ബാങ്ക് ഗവർണർ വെങ്കട്ടരാമൻ, കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയന്റെ സ്ഥാപക നേതാവ് ശ്രീ ചിത്രൻ നമ്പൂതിരിപ്പാട്, കഴിഞ്ഞ നമ്മുടെ സിനിമാ രംഗത്ത് ഒട്ടേറെ പേർ നമ്മുടെ വിട്ടിട്ടുണ്ട്. തൊഴിൽ പ്രമുഖരായ മലയാള സിനിമയിൽ K. കുഞ്ഞിരാമൻ ഈ വൈകിയ വേളയിൽ സമയം 12 കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘടനാ റിപ്പോർട്ട്, പ്രവർത്തന റിപ്പോർട്ട്, ചർച്ച ഇതെല്ലാം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കാതെ മുഴുവൻ ആളുകളെയും, ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും കേരള പോലീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് തീർക്കുന്നു. പറയുകയും വിങ്ങിക്കുട്ടി കരയുകയും ചെയ്യും. കൂലിയില്ല, ആളുകളെ പോലെ പണിയെടുപ്പിക്കുന്നു, ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നില്ല, ചോരാത്ത കൂരയില്ല, എല്ലാ സംഘടനകളും പറഞ്ഞപ്പോൾ നാരായണ ഗുരു പറഞ്ഞ വാക്ക് സംഘടിക്കുവിൻ ശക്തരാകുവിൻ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് തൊഴിലാളികളോട് സംഘടിക്കാൻ പറഞ്ഞ് അങ്ങനെ തൊഴിലാളി സംഘടനകൾ നമ്മുടെ നാട്ടിലാകെ ആഭിമുഖ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ ഇരിക്കുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും പറയുകയും വിങ്ങിക്കുട്ടി കരയുകയും ചെയ്യും.
കൂലിയില്ല, ആളുകളെ പോലെ പണിയെടുപ്പിക്കുന്നു, ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നില്ല, ചോരാത്ത കൂരയില്ല, എല്ലാ സംഘടനകളും പറഞ്ഞപ്പോൾ നാരായണ ഗുരു പറഞ്ഞ വാക്ക് സംഘടിക്കുവിൻ ശക്തരാകുവിൻ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് തൊഴിലാളികളോട് സംഘടിക്കാൻ പറഞ്ഞ് അങ്ങനെ തൊഴിലാളി സംഘടനകൾ നമ്മുടെ നാട്ടിലാകെ ആവിർഭവിച്ചതിന്റെ ഭാഗമാണ് നമ്മൾ ഈ ഇരിക്കുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മെഡിസപ്പിൽ ഒരുപാട് അപാകതകൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ആവശ്യമായ എവിടെയും വീട് കിടക്കുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് ആരെങ്കിലും നാട്ടുകാരെയും ഈ കൊണ്ടുവന്ന ആസ്പത്രിയിൽ മെഡിസിൻ കൊണ്ടുവന്ന് അവർക്കറിയാം. എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടായിരിക്കും അവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലുകളിൽ ഇതില്ല. ചില ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂറോ ഉണ്ടാവും, മറ്റൊരു വിഭാഗം ഉണ്ടാവും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ഹോസ്പിറ്റലുകളുടെയും ചികിത്സ അപൂർണമാവുകയും പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പൈസ അടക്കുകയും ചെയ്യേണ്ട ഒരു വിഷമതി എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെയില്ല, ഏഷ്യയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു തുടക്കം എന്ന രീതിയിൽ പാളിച്ചകളുണ്ട്. പക്ഷെ ആ പാളിച്ചകൾ മുതലെടുത്തുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ഉന്നതരായിക്കോട്ടെ, ആസ്പത്രി മാനേജ്മെന്റിന്റെ ഉന്നതരായിക്കോട്ടെ, അവർ മുതലെടുത്തുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി പാടില്ല. ഈ പണം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസുകാർ ഉൾപ്പെടെയുള്ള വിരമിച്ചവർ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥர்களാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തരാൻ അതിൽ നമ്മുടെ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാം. മറ്റൊരു 2006 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കൊടിയേരി ബാലകൃഷ്ണൻ സാർ മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും വിരമിച്ചവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത് ഏറ്റവും ആക്ട് എന്ന രീതിയിൽ അത് വിമർശിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇത് പോലീസുകാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള നിയമമാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നുണ്ട്. അന്ന് കേരളത്തിലെ പോലീസ് സംഘടനകളുടെ എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് ജേക്കബ് സാർ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് അതിന്റെ കരട് തയ്യാറാക്കുന്നത്. ആ കരട് വലിയ മാറ്റം നിയമസഭ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഉന്നതനാം വകുപ്പാണ് പോലീസ് വെൽഫെയർ ബ്യൂറോ എന്ന് പറയുന്നത്. പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ പെൻഷനേഴ്സിന്റെ പറയുന്നത് പെൻഷനേഴ്സിന്റെ ആരോഗ്യസ്ഥിതിയും അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി ഈ രണ്ട് കാര്യങ്ങൾ. അത് അന്ന് 2013 സർവീസിലുള്ള ഉള്ളവർക്ക് മാത്രമായി ചുരുക്കുകയും പെൻഷൻകാർക്ക് ബാധകമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആണ് കേരളത്തിലത്തെ ചില പോലീസ് സംഘടനകൾ ഒരു ഏകോപനം വരികയും വെൽഫെയർ അസോസിയേഷന്റെ രൂപത്തിലേക്ക് അത് മാറുകയും ചെയ്തത്. പക്ഷേ 2014 വരെ ഈ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന ഈ പോലീസുകാരെ, ഈ റിട്ടയർഡ് ചെയ്ത പോലീസുകാരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഒന്നല്ല പോയത്, മറിച്ച് അവർ ഭരണകക്ഷികളുടെ ഉളരുത്തുകളായി മാറുകയാണ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സമാന ചിന്താഗതിക്കാരായ കേരള റിട്ടയർഡ് ചെയ്ത പോലീസ് സംഘടനകളിൽ ഒരു ഏകോപനം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അങ്ങനെ 2015 മാർച്ചിൽ കേരള പോലീസ് വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. തുടർന്ന് ഒരു സമര സംഘടന എന്ന നിലയിൽ 2006 ഒക്ടോബർ മാസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അതില് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ GB വിഘ്നായകൻ അവர்களാണ്. KPPA-യുടെ സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. നമുക്കറിയാം, സംസ്ഥാന 3ാം കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ 3ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള മേഖലാ സമ്മേളനത്തിന്റെ ആദ്യത്തെ സമ്മേളനമാണ് കാസർഗോഡ് നടക്കുന്നത്. കാസർഗോഡ് മേഖലാ സമ്മേളനം. ഇനി ചെറുവത്തൂർ മേഖലാ സമ്മേളനം നടക്കാറുണ്ട്, നീലേശ്വരം മേഖലാ സമ്മേളനം നടക്കാറുണ്ട്, പിന്നീട് ജില്ലാ സമ്മേളനം നടത്താറുണ്ട്. അതിനുശേഷം നമുക്ക് സംസ്ഥാന സമ്മേളനം നടത്താറുണ്ട്. തീർച്ചയായിട്ടും മേഖലാ സമ്മേളനത്തിൽ നിന്നും ഉള്ള പങ്കാളിത്തം, നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുകയും പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂർവ്വം
പൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിത പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം ഭാഗ്യത്തിനാണ് കുട്ടി അവരുടെ മനസ്സിൽ ചിലപ്പോൾ അവരുടെ കൂട്ടുകാരോ അവരുടെ വീട്ടുകാരോ അവർ കളിച്ച കളികളോ മറ്റോ ആയിരിക്കാം. അവർക്ക് ട്രാഫിക് നിയമങ്ങളൊന്നും തന്നെ അറിയണമെന്നില്ല. കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ? അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അശ്രദ്ധമായി ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ റോഡിലും. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus
Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റു വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം പറഞ്ഞറിയിക്കാനാവില്ല. 4 നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക.